ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവേലി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഫാമിലിയൊത്ത് ചെറിയൊരു ഔട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം തുടങ്ങുന്നതിന് മുമ്പായിട്ടും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ അമ്മ, പപ്പ, ചേച്ചിയുടെ കുഞ്ഞ്, അങ്ങനെ ഞങ്ങൾ 4 പേരോടാണ് ഔട്ടിങ്ങിന് ഇറങ്ങിയത്. പൊതുവേ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പാർക്ക്. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് നമ്മുടെ കൊല്ലം ബീച്ചിന് നേരെ ഓപ്പോസിറ്റുള്ള ജലകേളി കേന്ദ്രത്തിലാണ്. കുഞ്ഞുങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ടാണത്. ഇഷ്ടംപോലെ ഗെയിംസ് കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ തന്നെയല്ല, ഫാമിലിയായിട്ട് കുറേ നേരം വന്നിരിക്കാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ബീച്ച് ഉണ്ടായി തന്നെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയുടെ കുഞ്ഞും ഞാൻ അവിടെയുള്ള ഗെയിംസിലെല്ലാം കയറാൻ വേണ്ടി പോയി. ചേച്ചിയുടെ കുഞ്ഞിൻ്റെ പേര് എസ്തർ എന്നാണ്, ഞങ്ങൾ എസ്തു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാനും എസ്ത കുഞ്ഞും കൂടെ അവിടെയുള്ള ഗെയിംസിലൊക്കെ കയറാൻ വേണ്ടി തുടങ്ങി. എസ്ത കുഞ്ഞിനെ ആദ്യം കയറ്റിയത് തന്നെ അവിടുത്തെ ഒരു ജൈൻറ്റ് വീലായിരുന്നു. അത് പിന്നെ വലിയ സ്പീഡൊന്നുമില്ല, അതിങ്ങനെ ചെറിയ രീതിയിൽ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. അതിനകത്ത് ആദ്യം കയറുന്ന ടൈമിലൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ആൾ നല്ല കൂളായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം അതിനകത്ത് കറങ്ങിയതിന് ശേഷം പിന്നെ ഞാനും എസ്ത കുഞ്ഞും കൂടെ ട്രെയിനകത്ത് കയറി. ട്രെയിൻ അത്യാവശ്യം നല്ലൊരു വൈബാണ്. കാര്യം വെച്ചാൽ എല്ലാ ആൾക്കാർക്കും അതിൽ പ്രായപരിധി കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അതിൽ കയറാം. അങ്ങനെ കുറച്ച് നേരം ട്രെയിനകത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി. പിന്നെ എസ്തക്കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരം ഫ്ലൈറ്റിനകത്തേക്ക് കയറി. കുറച്ച് കുഞ്ഞു പീക്കിരി പിള്ളേരുകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അതിനകത്ത് കിടന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഗെയിംസിലും ഒക്കെ നമ്മൾ കയറിയതിന് ശേഷം അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അടുത്തതായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ പോയതോ നമ്മുടെ കൊല്ലത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റാഹത്ത് ഹോട്ടലാണ്. റാഹത്ത് ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നതൊന്നും വേണ്ട. കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നൊരു ഹോട്ടലാണ് റാഹത്ത് ഹോട്ടൽ. ഞങ്ങൾ അവിടെ കയറി. അങ്ങനെ നമ്മളവിടെ എത്തി. നോർമലി റാഹത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ് നല്ലൊരു വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളൊരു 10-15 മിനിറ്റോളം അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ നമ്പറായി. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസായിട്ടൊക്കെ വരുവാണെങ്കിലും കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ബെസ്റ്റ് ഒരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ ഫുഡ് കാര്യങ്ങൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ എല്ലാവരും ഒരു മന്തി ലവേഴ്സ് ആയതുകൊണ്ട് മന്തി തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ജെല്ലിക്കട്ട് ബീഫ് റിബ്സ് മന്തിയും ചിക്കൻ പെരിപ്പരി മന്തിയും സൂഫി മട്ടൻ മന്തി, അങ്ങനെ വെറൈറ്റീസ് ഓഫ് 3 മന്തി നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത 3 മന്തി നമ്മുടെ മുമ്പിലെത്തി. അതിൽ ജെല്ലിക്കട്ട് ബീഫ് റിബ്സ് മന്തിയുടെ ആ ഒരു ഓപ്പണിങ്ങിലെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. പൊതുവേ എൻ്റെ ഫാദർ ഒരു ബീഫ് ലവർ ആയതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂഫി മട്ടൻ മന്തി അമ്മയും കുഞ്ഞും കൂടിയാണ് കഴിച്ചത്. കുഞ്ഞിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ മട്ടനും കാര്യങ്ങളൊക്കെ. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു. മട്ടനും അത് തന്നെ, ബീഫും അത് തന്നെ. കൊല്ലത്ത് വരുന്ന എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. റാഹത്തിൽ മന്തി മാത്രമല്ല കേട്ടോ, വെറൈറ്റീസ് ഓഫ് ഫുഡ് വേറെയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രാ കാര്യങ്ങൾ ഇവിടെ തീരുവാണ്. ഇതുപോലുള്ള വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.